CPM തന്നെ, അതായത് LDF തന്നെ സമ്മതിക്കുന്നു. ഞാൻ ഇന്നലെ മുതൽ പറയാൻ തുടങ്ങിയതാണ്, തൃക്കരിപ്പൂരിൽ അട്ടിമറിച്ചിട്ട് സന്ദീപ് വാര്യർ ജയിക്കും. അപ്പോൾ എന്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ട് ചിലർ രംഗത്ത് വന്നു. നീ ആരാണ് അങ്ങനെ പറയാൻ? വോട്ടെണ്ണിയോ? നിന്നോട് ആര് പറഞ്ഞു അങ്ങനെ മറ്റത് മറിച്ചത് എന്ന്? പൊന്നു മനുഷ്യന്മാരെ, ഇന്ന് LDF തന്നെ സമ്മതിക്കുന്നു. LDFന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ തൃക്കരിപ്പൂരിൽ ഞങ്ങൾ തോക്കുന്നു എന്ന് പറയുന്ന നടുക്കുന്ന, അതായത് റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അത് ഞാൻ വെച്ചു തരാം, അത് നിങ്ങൾ കാണണം. എന്നെ എതിർക്കുന്നവർ അത് കാണണം. അതായത് ഞാനൊരു സർവേ അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത്രയും പഠിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ സർവേ ചെയ്യുമ്പോൾ, അടുത്ത വർഷം എക്സിറ്റ് പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണണ്ടേ? ഈ ചാനൽ എന്നേക്കുമായിട്ട് ഞാൻ നാളെ ഡിലീറ്റ് ചെയ്ത് മുങ്ങുന്നോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇടുന്നത് ശരിയാവുന്നുണ്ട് പൊന്നു മനുഷ്യന്മാരെ. ഒന്നോ രണ്ടോ മനുഷ്യന്മാരുടെ തെറ്റ് പറ്റലുണ്ട്. അതായത് 100 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ 98. ഇപ്പം എൻ്റെ സർവേയിൽ ഞാൻ പറഞ്ഞത് 82 സീറ്റ് വരെ UDF കിട്ടും എന്നാണ്. അതിൽ 2-3 സീറ്റിന്റെ ഡിഫറൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മറ്റേ LDF തന്നെ സമ്മതിക്കുന്ന നടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ വീണ്ടും എയറിലാണ് പൊന്നു മനുഷ്യന്മാരെ. അതായത് ഇത്തവണ ഷാഫി പറമ്പിലിനെ തെറി വിളിച്ചിട്ടാണ് ശോഭ രംഗത്ത് വന്നത്. അതിലേക്കൊക്കെ കടക്കാം. ആദ്യം LDF തന്നെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ജയിക്കുമെന്ന് LDF തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഇടക്ക് പറയുകയാണ് പൊന്നു മനുഷ്യന്മാരെ, തൃക്കരിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം LDF കോട്ടയാണ്. LDFന്റെ ആര് നിന്നാലും 20,000 അല്ലെങ്കിൽ 26,000 ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ തവണ അവിടെ LDF സ്ഥാനാർത്ഥി ജയിച്ചത് 26,000, അതായത് 26,000 വോട്ടിനാണ്. ഓക്കെ, അപ്പോൾ LDFന്റെ ആര് നിന്നാലും ജയിക്കുന്ന ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ. ആ തൃക്കരിപ്പൂരിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. മാധു, തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിൽ ഇത്തവണ കടുത്ത മത്സരം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് CPIM വിലയിരുത്തുന്നത്. അതിൽ 2 ഘടകങ്ങളാണ് അതിൽ CPIMന്റെ ഈ പരിശോധനയിൽ അല്ലെങ്കിൽ ഈ അവലോകനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിലൊന്ന് സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വമാണ്. സന്ദീപ് വാര്യർ മണ്ഡലത്തിൽ വലിയ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് CPIM വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ മേഖലയിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ സന്ദീപ് വാര്യർക്കായിട്ടുണ്ട് എന്ന് CPIM വിലയിരുത്തുന്നത്. മറ്റൊന്ന്, ഈ ന്യൂനപക്ഷ ഏകീകരണം മണ്ഡലത്തിൽ പ്രകടമായി തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് CPIMന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് 2 ഭാഗങ്ങളായി ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ട്. അതിലൊന്ന് മലയോര മേഖലയുടെ ഭാഗമായിട്ടുള്ള 2 പഞ്ചായത്തുകളുണ്ട്, വെസ്റ്റ് എളേരി, ഈസ്റ്റ് എളേരി പഞ്ചായത്തുകൾ. ഇതിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ ഏകീകരണവും അതോടൊപ്പം മുസ്ലിം ന്യൂനപക്ഷ മേഖലയിൽ സ്വാധീനമുള്ള 3 പഞ്ചായത്തുകൾ, തൃക്കരിപ്പൂർ, വലിയ പറമ്പ്, പടന്ന, ഈ 3 പഞ്ചായത്തുകളിൽ മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണവും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് CPIM വിലയിരുത്തുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പോലും വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് CPIM പറയുന്നത്. നിലവിൽ 4,900 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന കണക്കാണ് മണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി കൈമാറിയിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് നേതാക്കൾ പറയുന്നത് ഉറച്ച വോട്ടുകൾ മാത്രമാണ് ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും നിലയിൽ സംശയമുള്ള വോട്ടുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ കണക്ക് അല്പം കൂടി വർദ്ധിക്കും. വിജയം എന്തായാലും അവിടെ ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ മാധു സൂചിപ്പിച്ചതാണ്, കഴിഞ്ഞ തവണ 26,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ M രാജഗോപാലൻ ജയിച്ച മണ്ഡലമാണ്. വലിയ ശക്തി കേന്ദ്രം, കയ്യൂരും ചീമേനിയും ഉൾപ്പെടെയുള്ള മണ്ഡലമാണ്. അവിടെ ഇത്തരത്തിൽ ശക്തമായ മത്സരം നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, നമ്മൾ സത്യം പറയുമ്പോൾ നമ്മൾ തെറി വിളിച്ചിട്ട് എൻ്റെ ഇൻബോക്സ്, എൻ്റെ പൊന്നു മനുഷ്യന്മാർ, ഇന്നലെ ഞാൻ എൻ്റെ ഇൻബോക്സ് ഞാൻ പരിശോധിച്ചു. അതായത് 1000-ലേറെ മെസ്സേജാണ്. ചിലത് നമുക്കൊക്കെ സപ്പോർട്ട് ബ്രോ, മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നാൽ ഇങ്ങനെ സത്യങ്ങൾ വിളിച്ച് പറയുന്നത് കൊണ്ട് ചിലർ എന്തൊക്കെ തെറിയാണ് വിളിക്കുന്നത്. അതൊന്നും ഞാൻ വെക്കുന്നില്ല പൊന്നു മനുഷ്യന്മാരെ. നമ്മൾ ഉള്ള കാര്യമാണ് പറയുന്നത്. മറ്റന്നാൾ വോട്ടെണ്ണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പൊന്നു മനുഷ്യന്മാർ. CPIMന്റെ അവസ്ഥയാണ്. അതായത് നിങ്ങൾ തന്നെ ചിന്തിക്കണം പൊന്നു മനുഷ്യന്മാർ. 26,000 വോട്ടിന് ജയിച്ച ഒരു മണ്ഡലത്തിൽ CPIM പറയുന്നത് 4,000 വോട്ടിന് എന്ന്. ഒരൊറ്റ കാര്യം പറയാം, നമ്മുടെ ഷാഫി പറമ്പില് മറ്റേ വടകരയിൽ ജയിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ CPIM എന്താണ് പറഞ്ഞത്? 10,000-ഓ 15,000-ഓ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശൈലജ ടീച്ചർ അവിടെ ജയിക്കുമെന്നാണ് CPIM പറഞ്ഞത്. അതിനുശേഷം എന്തായി? 1,00,000 ചില്ലാനം വോട്ട്, അതായത് ഏകദേശം 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലല്ലേ അവിടെ ഷാഫി പറമ്പിൽ ജയിച്ചത്. ഇവിടെ ഈ പറയുന്ന CPIM പറഞ്ഞത് 4,000 വോട്ടിന് അവിടുത്തെ മുസ്തഫ എന്ന് പറയുന്ന സഖാവ് ജയിക്കുമെന്നാണ്. അതായത് 26,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. ഒരൊറ്റ കാര്യം പറയാം, EMS മുതൽ, അതായത് CPIM പാർട്ടി എന്ന് രൂപീകരിച്ചു അന്ന് മുതൽ തൃക്കരിപ്പൂർ, കേരളത്തിന്റെ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം CPIM കോട്ടയാണ്. എന്തിനു വേണം? ധർമ്മടത്തെക്കാളും അത്രയും പവറാണ് ഈ പറയുന്ന തൃക്കരിപ്പൂരിന്.
കേരളത്തിൽ തന്നെ ചെങ്കോട്ടയുണ്ടെങ്കിൽ അത് മറ്റേ തൃക്കരിപ്പൂറാണ് അറിയപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, ആ ഒരു മണ്ഡലത്തിലാണ് പറയുന്നത് 4000 ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന്. അടുപ്പിനെ തിട്ടിയാണ് എൻ്റെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പൊന്നു മനുഷ്യന്മാരെ, ഞാനൊരു കാര്യം പറയാം. നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെയുള്ള വലിയ വലിയ ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില രേഖകൾ നോക്കിയിട്ട് പഠിച്ചതിന് ശേഷം പറയുന്നു പൊന്നു മനുഷ്യന്മാരെ, അവിടെ കുറഞ്ഞതൊരു 3000-ൽ വരുന്ന ഭൂരിപക്ഷത്തിൽ, 1, 2, 500, 100 3000-ൽ വരുന്ന ഭൂരിപക്ഷത്തിൽ അട്ടിമറിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ ജയിക്കുമെന്ന നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു എക്സിറ്റ് പോളാണ് നമ്മൾ കാണാം ഇലക്ഷൻ്റെ പിറ്റേ ദിവസം. പൊന്നു മനുഷ്യന്മാരെ, ശോഭാ സുരേന്ദ്രൻ എയറിലാണ്. അതിലേക്കൊക്കെ വരാം. ഷാഫി പറമ്പിലിനെയാണ് ശോഭാ സുരേന്ദ്രൻ കളിയാക്കിയത്. അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് പ്രിയ സഖാക്കളോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നു സഖാക്കളെ, നിങ്ങളെ വിമർശിക്കും. നിങ്ങൾ കുറേ സഖാക്കൾ എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നീ എന്തിനാണ് ബ്രോ ഞങ്ങൾക്ക് സീറ്റ് കിട്ടൂല എന്ന് പറയുന്നത്? ഞങ്ങളാണ് അധികാരത്തിൽ വരുന്നത്, നീ എന്തിന് ഇല്ലാത്ത കാര്യം പറയുന്നു എന്നാണ് എന്നോട് പറയുന്നത്. പൊന്നു സഖാക്കളെ, എനിക്ക് പേഴ്സണലി എനിക്കുള്ളതേ പറയാം. അല്ലെങ്കിൽ നാളെ LDF 100 സീറ്റ്, അതായത് മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ LDFന് 100 സീറ്റ് കിട്ടുമെന്ന് ഞാൻ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ മറ്റന്നാൾ നിങ്ങൾക്ക് 40-50 സീറ്റ് കിട്ടുമ്പോൾ എൻ്റെ പ്രേക്ഷകർ, എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാർ എന്നെ തെറി വിളിച്ച് വരൂല്ലേ സഖാക്കളെ? നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല, കേരളം എങ്ങോട്ടാണ് പോകുന്നത് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഒരൊറ്റ കാര്യം പറയാം, പ്രിയ സഖാക്കളോട് ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ കേരളത്തിൽ 25ഓളം വരുന്ന ശതമാനം, അതായത് 25% പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പണിയുള്ള പൊന്നു മനുഷ്യന്മാരെ. എന്തിനു വേണം ഗവൺമെന്റ് പണിയെല്ലാം ഞാൻ ഉദ്ദേശിച്ചത്? ഹോട്ടലിൽ പോലും പണി കിട്ടുന്നില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഇത് LDF സർക്കാർ വന്നത് കൊണ്ടാണ്. പിന്നെ ഞങ്ങൾക്ക് ജയിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? പിണറായി വിജയനോട് ഒരൊറ്റ കാര്യം, സഖാക്കളോട് ഒരു കാര്യം പറയുകയാണ്. വയനാട് ദുരന്തത്തിൽ ഞങ്ങൾ അയച്ചു കൊടുത്ത പൈസ എവിടെ? കൊറോണ സമയത്ത് ആ പൈസ എവിടെ? പ്രളയം വന്നപ്പോൾ ആ പൈസ എവിടെ? എന്തെങ്കിലും ഒരു കണക്ക് പിണറായി വിജയൻ കണക്കുമായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം പറയാം. പൊന്നു മനുഷ്യന്മാരെ, പിണറായി വിജയൻ, അതായത് ഒരു മൃതദേഹം മറവ് ചെയ്യാൻ എത്ര 75 ലക്ഷം അങ്ങനെ എന്താണ് പിണറായി വിജയന്റെ കണക്ക്? അതൊക്കെ ഒരു കണക്കാണോ? എന്തിനു എന്തു പറയുന്നുണ്ടെങ്കിൽ സാധാരണക്കാരനായ ഞാനൊരു അതായത് പിണറായി വിജയൻ പറയുന്ന ഒരു പണി ഞാൻ എടുപ്പിച്ചു കഴിഞ്ഞാൽ 500 രൂപയോ അല്ലെങ്കിൽ 1000 രൂപയൊക്കെ എടുപ്പിക്കുന്ന പണി പിണറായി വിജയൻ മൈക്കൊക്കെ മുമ്പിൽ പറയുകയാണ് 1 കോടി 2 കോടി എന്ന്. എന്ത് പൈസക്ക് വിലയില്ലേ? ഞങ്ങൾ കൊടുക്കുന്ന നികുതിയാണ് പൊന്നു സഖാക്കളെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നല്ലവരായ മനുഷ്യന്മാർ വോട്ടിടാത്തത്. മൂന്നാമത് പിണറായി വിജയൻ, ചിലർ കമന്റ് ഇടുന്നത് മൂന്നാമത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഓടേണ്ടി വരുമെന്നാണ്. ഞാനാണ് എൻ്റെ അറിവിൽ, അതായത് എക്സിറ്റ് പോൾ സർവേയിലൊക്കെ CPMന് ഇത്തിരിയെങ്കിലും സീറ്റ് കൂട്ടി കൊടുത്ത ഒരാൾ ഞാനാണ്. അതായത് സംശയമുള്ള മേഖലയിൽ ഞാൻ CPMനാണ് സീറ്റ് കൊടുത്തത്. എൻ്റെ സർവേയിൽ 52 സീറ്റാണ് LDFന് ഞാൻ കൊടുത്തത് എൻ്റെ എക്സിറ്റ് പോളിൽ. അതായത് ഒരു കാര്യം പറയാം, എനിക്ക് സംശയം ഒരു പക്ഷേ UDF ജയിക്കും അല്ലെങ്കിൽ LDF ജയിക്കും, അങ്ങനെയുള്ള സംശയത്തിനുള്ള മണ്ഡലം ഞാൻ LDFന് കൊടുത്തിട്ടുമാണ് 52 സീറ്റ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ 40-45 സീറ്റ് കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഷാഫി പറമ്പിലിനെ നിങ്ങൾ നോക്കണം. അതായത് ശോഭാ സുരേന്ദ്രനോട് ഒരു കാര്യം പറയുകയാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാടിലേക്ക് വന്നത്, ഞാൻ നിങ്ങളുടെ അമ്മയാണ്, സ്ത്രീ സുരക്ഷിതരാണ് ഞാൻ, അതായത് രാഹുൽ മാങ്കൂടത്തിൽ കുറേ പേര് പീഡിപ്പിച്ചു, അതുകൊണ്ട് ഇനി ഞാൻ ആരെയും പീഡിപ്പിക്കാൻ സമ്മതിക്കൂല, ഞാൻ നിങ്ങളുടെ അമ്മയാണ്, പെങ്ങളാണ്, മറ്റതാണ് മറിച്ചതാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. രാഹുൽ മാങ്കൂടത്തിന് അതൊക്കെ, അതായത് കോടതി എന്ന് പറയുന്ന തെറ്റുകാരന് അന്നേ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അത്രത്തോളം ഞാൻ വിചാരിക്കുന്നത് അത് നമ്മുടെ രാഹുലിനെ കുടിക്കരുത്. അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ ഈ പറഞ്ഞ ശോഭ, അതായത് പാലക്കാടിലേക്ക് ഇറങ്ങിയത്, ഞാൻ നിങ്ങളുടെ അമ്മയാണ്, അതായത് സ്ത്രീ സുരക്ഷ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റ്, അതായത് ഇൻസ്റ്റഗ്രാമിൽ ഷാഫി പറമ്പിൽ എന്തോ ചെറിയ കാര്യം പറയുന്നത് ശോഭാ സുരേന്ദ്രൻ പോസ്റ്റ് ചെയ്യുകയാണ്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്താണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ശോഭ പോസ്റ്റ് ചെയ്തത്? അതിനുശേഷം ശോഭക്ക് ഞാൻ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അല്ല, വളരെ കൃത്യമായിട്ട് പിന്നെ ഞാൻ മറുപടി പീഡനം നടത്തുമ്പോൾ അതിൽ താങ്കൾക്ക് പ്രശ്നമില്ല. എന്റെ പേര് പറഞ്ഞ് പീഡിപ്പിക്കുക എന്താ ചേട്ടാ? കുറച്ച് നേരം അങ്ങനെയാണ്. ആ ഓഡിയോയിൽ താങ്കൾ അവരുടെ ബോസാണ്. ഫ്ലൈറ്റ് യാത്രക്ക് താങ്കൾ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. എന്റെ പേര് പറഞ്ഞ നാട്ടിൽ പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കുന്ന കുട്ടികളല്ല, പെൺകുട്ടികളെ അങ്ങനെ വില കുറച്ച് കാണണ്ട. പക്ഷേ പ്രക്ഷോഭ് താങ്കളുടെ ശിഷ്യനാണല്ലോ, അപ്പൊ അയാൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു കാര്യമാണല്ലോ, അതൊരു ഫാക്ട് ആണല്ലോ. അത് ഞാൻ ആദ്യം പറഞ്ഞത് ആ കാര്യത്തിൽ അപ്ലിക്കബിൾ ആണോ എന്നും കൂടെ ആലോചിച്ചിട്ട് എന്നോട് ചോദിച്ചോളൂ. നാണമുണ്ടോ ശോഭാ സുരേന്ദ്ര? ശ്രീമതി ശോഭാ സുരേന്ദ്രനോട് സ്നേഹപൂർവ്വം ചോദിക്കുകയാണ്, നിങ്ങളെപ്പോലുള്ളൊരു സ്ത്രീ ഇത് പോസ്റ്റ് ചെയ്യുന്നതാണോ? അതായത് ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞാൽ ചില സ്ത്രീകൾ കിടന്നു കൊടുക്കുന്നുണ്ട് എന്നല്ല ഇതിന്റെ ഒരു അർത്ഥം. അതായത് ഇപ്പോൾ ആരെങ്കിലും ഒരു പീഡന കേസിൽ പെട്ട് കഴിഞ്ഞാൽ അവൻ കോൺഗ്രസ് ആണെങ്കിൽ അത് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ട് എന്നാണ്.
അതായത് ജനൻ ടി വിക്ക് ബോധമില്ല, വിദ്യാഭ്യാസമില്ല, നമുക്കെല്ലാവർക്കും അറിയും. പ്രിയ ശോഭാ സുരേന്ദ്ര, നിങ്ങൾ അമ്മയാണ്, പെങ്ങളാണ്, സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന നിങ്ങൾക്കും ഇത്തിരി വിദ്യാഭ്യാസമില്ലേ? ശോഭാ സുരേന്ദ്രനോട് റെസ്പെക്റ്റിൽ ഞാൻ സംസാരിക്കുകയാണ്. പൊന്നു ശോഭാ സുരേന്ദ്ര, ഇങ്ങനെയുള്ള വർത്താനം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ അപ്ലോഡ്, അതിന്റെ താഴെ തെറിയോട് തെറിയാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ സംഘികളാണ് കൂടുതൽ കാണുന്നത്. ആ സംഘികൾ പോലും തെറി വിളിക്കുകയാണ് ശോഭാ സുരേന്ദ്രനെ. അതായത് ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞാൽ ഏത് സ്ത്രീയും കിടന്നു കൊടുക്കുന്നു, അങ്ങനത്തെ ഒരു ചോദ്യമാണ് ആ ജനൻ ടി വിയുടെ ആ പയ്യൻ കൊടുത്തു. ഞാനായിരുന്നെങ്കിൽ കാരണത്തെ ഒരെണ്ണം കൊടുക്കത്തെ, അവൻ ജനൻ ടി വിയോ അല്ലെങ്കിൽ മറ്റേ ടി വിയോ മറിച്ച ടി വിയോ ഞാൻ നോക്കത്തില്ലായിരുന്നു. അത് എന്ത് വൃത്തികേട്, മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വൃത്തികേട് വേണമെങ്കിലും പറയാമെന്നാണോ? പൊന്നു മനുഷ്യന്മാരെ, നരേന്ദ്രമോദിയുടെ ഒരു വീഡിയോ വൈറലാണ്. കേരളം ഇനി ഭരിക്കുന്നത് BJP എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് ആദ്യം നമുക്ക് കേട്ട് നോക്കാം. അതിനുശേഷം പ്രധാനമന്ത്രിക്ക് ഒരു കുഞ്ഞു മറുപടി കൊടുക്കാം. ഓക്കെ. वहां भारी मतदान हुआ है, बहुत बड़ी संख्या में लोग मतदान के लिए निकले हैं. महिलाओं ने बहुत बड़ी संख्या में वोट डाले हैं. जहां भी भारी मतदान हुआ है और जहां भी भारी संख्या में महिलाएं वोट डालने निकली है, वहां बीजेपी को, NDA को प्रचंड बहुमत मिला है. केरल में तो स्थिति ये है कि LDF और UDF खुद के जीतने का दावा तक नहीं कर रहे. वे अपनी हार पक्की देख रहे हैं. अब बंगाल में भी BJP जीत की तरफ बढ़ रही है. ഓക്കെ, പൊന്നു മോദി സർക്കാരിനോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നാര മോദി സർക്കാർ, ഇത് കേരളമാണ്. രാജീവ് ചന്ദ്രശേഖർ പോലും ജയിക്കുന്നത് വലിയ, അതായത് കേരളത്തിൽ ആകെ ഒരു സീറ്റ് ജയിക്കുന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 2 സീറ്റാണ്. ഒന്ന് മഞ്ചേശ്വരത്തും ഈ പറയുന്ന തിരുവനന്തപുരം നിയമമണ്ഡലം. ആ 2 മണ്ഡലത്തിലും ചിലർ പറയുന്നത് ജയിക്കില്ല എന്നാണ്. മഞ്ചേശ്വരത്തെ ട്രെൻഡ് എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ മഞ്ചേശ്വരക്കാരനായതുകൊണ്ട് ഫൈറ്റാണ്. എന്തായാലും ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ AK മഷ്റഫ് ജയിക്കും. നിയമത്തിന്റെ കാര്യം ഞാൻ എന്റെ സർവേയിൽ പറഞ്ഞത് ഒരു സീറ്റ് നിയമത്ത് പിടിക്കുമെന്നാണ്. പക്ഷേ ചിലരൊക്കെ പറയുന്നത് അവിടെ അങ്ങനെയല്ല, മറ്റതെല്ലാം മറിച്ചതെല്ലൊക്കെയാണ്. അതായത് അവിടെ പോലും സീറ്റ് കിട്ടൂല എൻ്റെ പൊന്നു പ്രധാനമന്ത്രി. പിന്നെ നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രി വരുമെന്ന് പറയുമ്പോൾ ആരാണ് മുഖ്യമന്ത്രി? K സുരേന്ദ്രനാണ്. ഇത്തിരി, അതായത് പൊന്നു നരേന്ദ്രമോദിയുടെ ഒരു കാര്യം പറയുകയാണ്, ഇത്തിരിയെങ്കിലും നമ്മുടെ കേരളമൊക്കെ നിങ്ങൾക്ക് പിടിക്കാൻ കഴിയുമെന്നെങ്കിൽ കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾ എന്ന് നരേന്ദ്രമോദിയുടെ ഒരു കാര്യം പറയുകയാണ്. പൊന്നു നരേന്ദ്രമോദി, നിങ്ങൾ ജാതി, മതം, പള്ളി, അമ്പലം ഈ പറച്ചൽ എന്ന് നിർത്തി അന്ന് നിങ്ങൾക്ക് ജനങ്ങൾ വോട്ടിടും. ഈ കേരളത്താണ്. ഗുജറാത്തിലും UP യിലും ഒക്കെ നിങ്ങൾക്ക് മതം പറഞ്ഞാൽ വോട്ടിടും, അത് വേറെ സംഗതിയാണ്. കേരളത്തിൽ അങ്ങനെയല്ല. ഇവിടെ പൊളിറ്റിക്സ് ആണ് പറയേണ്ടത്. ഇവിടെ നാളെ VD സതീശൻ മുഖ്യമന്ത്രി ആയാലും, രമേശ് ചെന്നിത്തല ആയാലും, പിണറായി വിജയനുള്ള ഗോവിന്ദൻ, ആര് മുഖ്യമന്ത്രി ആയാലും ആ മുഖ്യമന്ത്രി കാണിക്കുന്ന ദുർബലമായ ഭരണത്തെ ആര് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവർക്കാണ് ഇവിടെ കേരളക്കാർ, മലയാളികൾ വോട്ടിടുന്നത്. അല്ലാതെ ഇവിടെ മതമോ പള്ളി പൊളിക്കണോ, അമ്പലം കെട്ടണോ, അല്ലെങ്കിൽ അമ്പലം പൊളിക്കണോ, ചർച്ച് പൊളിക്കണോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതൊരു വേറെ ലെവലാണ്. പ്രിയ നരേന്ദ്രമോദിയുടെ ഒരു കാര്യം കൂടി പറയുകയാണ്. അങ്ങേക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്. ദുബായിലേക്കും സൗദിയിലേക്കും അമേരിക്കയിലേക്കും ലണ്ടനിലേക്കും നമ്മുടെ ഇന്ത്യക്കാർ മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ, UP കാരൻ പോയാലും ഗുജറാത്തുകാരൻ പോയാലും അസമിലെ രാജസ്ഥാനുകാർ പോയി കഴിഞ്ഞാലും അവർക്ക് വിലയില്ല. നേരെ മറിച്ചിട്ട് ഒരു മലയാളി പോയി കഴിഞ്ഞാൽ വേറെ ലെവലാണ്, കെട്ടിപ്പിടിക്കും. പണിയില്ലാത്തവർക്ക് നല്ല വിശ്വസിച്ചിട്ട് നല്ല പണി കൊടുക്കും. അതാണ് മലയാളികൾ. എന്നിട്ട് ഒരു കാര്യം നരേന്ദ്രമോദി സർക്കാരിനോട് പറയുകയാണ്, ഞങ്ങൾ മലയാളികൾ അന്യ സംസ്ഥാനം, ഒരു ചെറിയ എക്സാമ്പിളാണ്, അതായത് മുംബൈയിലേക്കോ ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ ദുബായിലേക്കോ ഖത്തറിലേക്കോ എവിടേക്കെങ്കിലും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ അറിയുന്നൊരു ഭാഷ മലയാളമാണ്. പക്ഷേ പോയി വരുന്ന സമയത്ത് ഞങ്ങൾ അവിടുത്തെ ഭാഷ മൊത്തത്തിൽ കാണാപ്പാഠം പഠിച്ചിട്ടാണ് വരുന്നത്. എനിക്ക് പേഴ്സണലി അറബി അറിയാം. ഞാൻ സൗദിയിൽ 3 വർഷം ചെറുപ്പത്തിൽ ഉണ്ടായതാണ്. ചെറുപ്പം എന്ന് പറഞ്ഞപ്പോൾ 24 വയസ്സാണ് ആയത്. +2 കഴിഞ്ഞ പാട് സൗദി അറേബ്യയിൽ പോയതാണ്. മുംബൈയിലാണ് ബിസിനസ്. ഹിന്ദി പഠിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഒരു മുംബൈക്കാരൻ കേരളത്തിൽ 10-25 വർഷം പണിയെടുത്താലും അവർക്ക് മലയാളം സംസാരിക്കാൻ അറിയോ? ഞങ്ങൾ എങ്ങനെയല്ല, ഞങ്ങൾ വേറെ ലെവലാണ്. അതിൻ്റെ അർത്ഥം മലയാളികൾക്ക് ബുദ്ധിയുണ്ട്. പൊന്നു നരേന്ദ്രമോദി സർക്കാരെ,
അപ്പോൾ ഇവിടെ ഇത്തിരി പാടാണ്. ഇവിടെ മോദി സർക്കാരിനോട് ഒരു എക്സാമ്പിളും കൂടി പറയുകയാണ്. പൊന്നു മോദി സർക്കാരെ 25-50 കോടി ചിലവാക്കിയിട്ട് സിനിമ തയ്യാറാക്കുന്നു, പക്ഷെ പൊട്ടുന്നുണ്ട്. കാരണം അത് നല്ല സിനിമയല്ലെങ്കിൽ ഞങ്ങൾ കാണൂല. 5 ലക്ഷമോ 10 ലക്ഷത്തിൻ്റെയോ പടം ആവട്ടെ, അത് നല്ല പടമാണെങ്കിൽ ഞങ്ങൾ പോയി കാണും. അതാണ് മലയാളികൾ. അല്ലാതെ മമ്മൂട്ടിയോ മോഹൻലാലോ പൃഥ്വിരാജോ ആരഭിനയിക്കുന്ന പടമാണെങ്കിലും അത് കൊള്ളത്തില്ലെങ്കിൽ മലയാളികൾ കാണൂല. പൊന്നു നരേന്ദ്രമോദി അത് തന്നെയാണ്. ഒരു കാര്യം പറയുകയാണ്, രാജീവ് ചന്ദ്രശേഖർ, അതായത് ഈ പറയുന്ന പാലക്കാടിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമിച്ചു മറ്റേ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്താണ് പറഞ്ഞത്? അവർ BJP-ക്കാരല്ല, ആക്രമിച്ചവർ BJP-ക്കാരല്ല, RSS-കാരല്ല എന്ന്. മുമ്പ് കെ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തിനു വേണം പാലക്കാടിൻ്റെ കൃഷ്ണകുമാർ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ തന്നെയാണ് ആക്രമിച്ചത്, അതങ്ങനെയാണ്, മദ്യം കുടിച്ച് വന്നവരെന്ന്. നേരെ മറിച്ചിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്താണ്? ആക്രമിച്ചത് തെറ്റാണ്, അവർ RSS-കാരല്ല. കാരണം രാജീവ് ചന്ദ്രശേഖരന് ഇത്ര വിദ്യാഭ്യാസമുണ്ട്, അദ്ദേഹത്തിന് അറിയും കേരളം പിടിക്കണമെങ്കിൽ ഇവിടെ മതം പള്ളി തകർത്താലൊന്നും വോട്ട് കിട്ടൂല, ഇത്തിരി പൊളിറ്റിക്സ് പറഞ്ഞാലേ വോട്ട് കിട്ടുമെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നിയമത്ത് ജയിക്കുമെന്ന് ചിലരെങ്കിലും പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളം പിടിക്കാൻ ഇത്തിരി ടഫാണ്. ഒരു കാര്യം കൂടി ചർച്ച ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കുറേ അമ്മമാർ നിരന്തരം മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ് കേരളം ആര് ഭരിക്കുമെന്ന്. അതായത് UDF ഭരിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല പൊന്നമ്മമാരെ, ഉറപ്പാണ്, ഉറപ്പിച്ച് വെച്ചോളൂ. എൻ്റെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളിലേക്ക് ഒരു ന്യൂസ് അയക്കുന്നുണ്ടെങ്കിൽ അത്രയും പഠിച്ചിട്ടാണ് പൊന്നമ്മമാരെ. ഒരു കാര്യം കൂടി പറയാം, മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആകുമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇതിൻ്റെ കാരണം VD സതീശൻ മുഖ്യമന്ത്രിയാവാൻ കോൺഗ്രസ്സിലെ ചില നേതാക്കൾ സമ്മതിക്കൂല. മറ്റേ K സുധാകരന് അങ്ങനെയുള്ള നേതാക്കൾക്ക് VD സതീശനോട് നല്ല എതിർപ്പുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ നിലവിൽ പാർട്ടി പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ടൊരു നേതാവ് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രി ആവുമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. വൈകി നല്ലോണം തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.